നാഥ് പതുക്കെ. നാഥ് എനിക്ക് വേദനിക്കുന്നു. പതുക്കെ. എനിക്കിനിയും വേണം. എന്ത് ടേസ്റ്റാ നിൻ്റെ ചുണ്ടുകൾക്ക്. ശരിക്കും സ്ട്രോബെറി പോലെ ഇരിക്കുന്ന. എത്ര എത്ര ഇതാക്കിയിട്ട് എനിക്ക് നാഥ് ആദി നേരെ വെളുത്ത. അയ്യോ. ഓ എന്താ ഉറങ്ങാനും സമ്മതിക്കത്തില്ല. എന്താ എന്താ പ്രശ്നം? എനിക്ക് ഡ്രസ്സൊന്നുമില്ല. ഡ്രസ്സൊന്നും ഇല്ലെന്നാ? അതെങ്ങനെ കാണാനാ? അല്ല, നിനക്ക് വല്ല അമ്നീഷ്യം എല്ലാം പിടിച്ച രാവിലെ എഴുന്നേറ്റപ്പം? നീയല്ലേ ഇന്നലെ പ്രതികാരം പിന്നെ മതി, നമുക്ക് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് കുത്തി മറിഞ്ഞ് ഡ്രസ്സൊക്കെ ഊരി ഇതാക്കിയത്? പിന്നെ നീ എന്താ ഇങ്ങനെ പറയുന്നത്? നിൻ്റെ പറച്ചിൽ കേട്ടാൽ ഇന്നലെ നടന്നതിലൊന്നും നിനക്ക് യാതൊരു പങ്കുമില്ല. ഞാൻ നിന്നെ പിടിച്ച് റേപ്പ് ചെയ്ത പോലാണല്ലോ നിൻ്റെ ഈ പെരുമാറ്റമൊക്കെ കണ്ടിട്ട്. അതല്ല, ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റപ്പോഴേ എൻ്റെ ഡ്രസ്സൊന്നും കണ്ടില്ല. അതിൻ്റെ ഷോക്കിൽ ഞാൻ പറഞ്ഞതാ, സോറി. ശരി എന്നാ. അയ്യോ. ഓ, ഇവനെ കൊണ്ട് ഇനി എന്താ പ്രശ്നം? ഞാൻ പ്രതികാരം ചെയ്തില്ല, എനിക്ക് പ്രതികാരം ചെയ്യണം. ഓ, ഇവനെ കൊണ്ട് ഇപ്പം കിടക്കപ്പായിന്ന് എന്തായാലും പ്രതികാരം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഒന്നും ആലോചിക്കാതെ പ്രതികാരം ചെയ്യണമെന്നും പറഞ്ഞ് അവന്മാരുടെ മുമ്പിൽ ചെന്ന് അവരുടെ കയ്യിൽ നിന്ന് വെട്ടുകൊണ്ട് ചത്തു വീഴത്തേ ഉള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ച് ബുദ്ധിപരമായി ചിന്തിച്ച് കുറച്ച് കണക്കുകൂട്ടലോട് കൂടിയേ അവന്മാരുടെ മുമ്പിൽ ചെന്ന് പ്രതികാരം ചെയ്യാൻ നിൽക്കാൻ പറ്റും. അത് നീ ഒന്ന് മനസ്സിലാക്ക്. അതൊന്നും പറ്റത്തില്ല. എനിക്കിനിയും വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. എനിക്ക് ഉടനെ തന്നെ പ്രതികാരം ചെയ്യണം. എന്നിട്ട് വേണം എനിക്ക് എൻ്റെ അമ്മേനെ വീണ്ടെടുക്കാൻ. ഓ, നീ ആദ്യം ഈ അന്യം കളിക്കുന്നത് നിർത്താവാ. ഇപ്പം ആരും ഇവിടെ പ്രതികാരം ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾക്ക് എടുത്തു ചാടാതെ കുറച്ച് ആലോചിച്ച് കുറച്ച് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പിന്നെ നിൻ്റെ അമ്മ എൻ്റെ അമ്മയും കൂടെയാണ്. നിൻ്റെ പ്രതികാരം എൻ്റെ പ്രതികാരം കൂടെയാണിപ്പോൾ. നീ വിഷമിക്കണ്ട. ഞാൻ ആ ജിമിനെ ഒന്ന് വിളിക്കട്ടെ. ഹലോടാ ജിമിനെ. ഓ, എന്താ പൊന്നുമോനെ? എവിടെ പോയി കിടക്കുവായിരുന്നല്ലോ പട്ടി തെണ്ടിച്ചറ്റെ. എത്ര വട്ടം നിന്നെ കോൾ ചെയ്തു? വിളിക്കുമ്പോൾ നീ കട്ടാക്കി കളയും. ഇന്ന് കോളേജിലും വന്നില്ല. ഫോൺ പോലും എടുക്കാൻ പറ്റാത്ത ഏത് തിരക്കിലാണോ മഹാൻ പോയി പെട്ടിരിക്കുന്നത്? അറ്റ്ലീസ്റ്റ് നിനക്കൊന്ന് വിളിച്ചെങ്കിലും പറഞ്ഞുകൂടാ. ഓ എടാ, സോറി, ഫോൺ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. ഞാനിപ്പോൾ പാലക്കാട് പട്ടാമ്പിയിലാണോ ഉള്ളത്? പാലക്കാട് പട്ടാമ്പിയാ? നീ എന്തിനാ അവിടെ പോയിരിക്കുന്നത്? എടാ, അത് ഒരു ഓട്ടോ ആയിട്ട് വന്നതാ. പിന്നെ എനിക്ക് നിന്നോട് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. എന്താടാ, എന്താ വല്ല പ്രശ്നമുണ്ടോ? ഉണ്ടടാ, അത് പറയാനാ ഞാൻ നിന്നെ ഇപ്പോൾ വിളിച്ചത്. നീ വിഷമിക്കണ്ടടാ. നമുക്ക് ആ ദുഷ്ടന്മാർക്കിട്ട് 36 പവന് തന്നെ അങ്ങ് കൊടുക്കാം. പിന്നെ ഞാനിന്ന് തന്നെ കോളേജ് യൂണിയനിൽ പോയി കാര്യങ്ങൾ അവതരിപ്പിക്കാം. പിന്നെ കോളേജ് യൂണിയൻ്റെ സെക്രട്ടറി നീ ആയതുകൊണ്ട് അവർക്ക് വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അവരും നമ്മുടെ ചങ്ക് ബ്രോസല്ലടാ. നമുക്കെന്തെങ്കിലും, അതായത് കൂട്ടത്തിൽ ഒരാൾക്കെങ്കിലും എന്തെങ്കിലും അപകടം വന്നാൽ ചങ്ക് പറിച്ച് നിൽക്കും അവന്മാർ. ഞാൻ എന്തായാലും ഇന്ന് തന്നെ പോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റാക്കാം. നീ ധൈര്യമായിട്ടിരിക്കുക. അവനോടും കൂടെ പറഞ്ഞേക്കേട്ടാ. സേഫായിട്ടിരിക്കുക. ഞാൻ വിളിക്കാം. എടാ വെക്കല്ലേ. പിന്നെ ഒരു കാര്യം, നീ നമ്മുടെ കാറിൻ്റെ ടാക്സി യൂണിയനില്ലേ, അവിടെ കൂടെ പോയി ഒന്ന് പറഞ്ഞേക്ക്. നമ്മുടെ വിനോദ് ചേട്ടനില്ലേ, ആ ചേട്ടനോടും കൂടെ പറഞ്ഞേക്ക്. അവരും കൂടെ ഇരിക്കട്ടെ ഒരു ധൈര്യത്തിന്. ഞാൻ പറയാടാ. ശരി എന്നാൽ.
ഇപ്പം എൻ്റെ ചെക്കൻ ഹാപ്പി അല്ലേ? എങ്ങനെ പോയാലും നമ്മളെ ജയിക്കൂ. കാരണം ആൾബലം കൂടുതൽ നമ്മുടെ വശത്താണ്. എനിക്കിപ്പോൾ കുറച്ച് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ നിൻ്റെ പ്ലാൻ അനുസരിച്ച് നമ്മൾ നേരിട്ട് ചെന്ന് പിടികൊടുക്കുന്നത് കാലൻ്റെ വായിൽ ചെന്ന് പെടുന്നതിന് തുല്യമല്ലേ? എനിക്ക് മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല, എനിക്ക് അവസാനമായിട്ട് എൻ്റെ അമ്മേനെ ഒന്ന് കാണണം. പിന്നെ എനിക്ക് നിൻ്റെ കൂടെ ലൈഫ് ലോങ് ജീവിക്കണമെന്ന് ഒത്തിരി ഒത്തിരി ആഗ്രഹമുണ്ട്. അവരെക്കുറിച്ച് നിനക്ക് ഒന്നും അറിയില്ല. ജയിക്കാൻ വേണ്ടി എന്ത് നീചത്തരവും അവർ ചെയ്യും. അതാ എൻ്റെ പേടി. എനിക്കൊന്നും സംഭവിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ കാരണം നിനക്കെന്തെങ്കിലും അതെനിക്ക് സഹിക്കത്തില്ല. അയ്യേ, എൻ്റെ ചെക്കൻ കരയാണോ? കണ്ണൊക്കെ തുടച്ചേ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ആ കണ്ണ് നിറയാൻ ഞാനിനി അനുവദിക്കില്ല. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നമ്മൾ എന്തിനാ ആ പ്ലാൻ ചെയ്തതെന്ന് ഞാൻ നിന്നോട് വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ. കാരണം അവരായിട്ട് നമ്മളെ പിടിക്കുകയാണെങ്കിൽ അവരെന്തായാലും നമ്മളെ സ്പോട്ടിൽ കൊല്ലും. പക്ഷെ നമ്മളായിട്ട് പിടികൊടുക്കുകയാണെങ്കിൽ അവർ നമ്മളെ ഉടനെ കൊല്ലില്ല. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നിൻ്റെ അമ്മാവൻ്റെ അടുത്ത് എത്താൻ പറ്റും. അയാളെയാണ് എനിക്ക് കാണേണ്ടത്. എല്ലാത്തിനും കാരണം അയാളാണ്. നിന്നെയും നിൻ്റെ അച്ഛനെയും നിൻ്റെ അമ്മേനെയും ഇത്ര നരകത്തിലാക്കിയത് അയാളാണ്. അപ്പോൾ അയാൾ നമ്മുടെ മുന്നിൽ വരണമെങ്കിൽ നമ്മളായിട്ട് സ്വയം പിടികൊടുക്കണം. എന്നാലേ ഞാൻ വിചാരിച്ച പോലെ നടക്കൂ. എന്തായാലും പ്രതികാരം ചെയ്യുമ്പോൾ വേരോടെ പിഴുതെറിയുന്നതല്ലേ നല്ലത്. ആരെയും ബാക്കി വെച്ചാൽ പിന്നെ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. അതാ എന്തുകൊണ്ടും ഞാൻ പറഞ്ഞ ഈ പ്ലാൻ തന്നെയാണ് നല്ലത്. പിന്നെ നമ്മൾ ജിമ്മിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. കൂടാതെ നമ്മുടെ കൈവശമുള്ള ഈ ഡിവൈസ് ഉപയോഗിച്ച് ജിമ്മിനും കൂട്ടുകാർക്കും പെട്ടെന്ന് തന്നെ നമ്മളുള്ള സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റും. പിന്നെ എപ്പോഴും ചീത്ത ഭാഗത്ത് തന്നെ വിജയം നിലനിൽക്കത്തില്ലല്ലോ. പിന്നെ എന്തിനാ നമ്മളെപ്പോലുള്ളവരൊക്കെ ദൈവത്തിനെ വിളിക്കുന്നത്? നാം പാതി ദൈവം പാതി എന്നല്ലേ. നമ്മൾ ചെയ്യാനുള്ള കർമ്മം നമ്മൾ ചെയ്യണം, ബാക്കി ദൈവം നോക്കിക്കോളും. കൂടാതെ റിസ്ക് എടുക്കാതെ ഒരു നേട്ടവും ആർക്കും ഇതേവരെ ഉണ്ടായിട്ടില്ല. നീ എന്നെ ഒന്ന് വിശ്വസിക്ക്, നമുക്ക് തന്നെയായിരിക്കും വിജയം. അത് എനിക്ക് ഉറപ്പാണ്. എനിക്ക് തന്നെ വിശ്വാസമില്ലാണ്ടല്ല, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം എനിക്ക് നിന്നെയാണ്. പിന്നെ പേടിച്ചിട്ടാണ്. താഴെ ഭൂമിയും മേളിൽ ആകാശവും നടക്കുന്നൊരു ഒറ്റാന്തടിയായിട്ടുള്ള ആളായിരുന്നു ഞാനെങ്കിൽ എന്ത് ഇവന്മാരെയൊക്കെ കൊന്ന് തള്ളിയേനെ. മുൻപായിരുന്നെങ്കിൽ എൻ്റെ അമ്മേനെ ഓർത്ത് പേടിച്ച് ഒതുങ്ങി പോയിട്ടേ ഉള്ളൂ ഞാൻ. ഇപ്പോൾ നീയും കൂടെ ഇതിൽ വന്ന് പെട്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് പേടിയാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും പറ്റുമോ എന്ന്. എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് മനസ്സിലാകും നീ പറഞ്ഞതല്ല. ഞാൻ എല്ലാത്തിനും തയ്യാറാണ്. പിന്നെ നമുക്കിനി ഒട്ടും സമയം കളയാനില്ല. നമുക്കെന്തായാലും ആ കാറ് കിടക്കുന്ന ഇടത്തേക്ക് തന്നെ പോവാം. അവിടെ എന്തായാലും അവന്മാരുടെ ഗ്യാങ് താവളം ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കും. കാരണം എന്നാണെങ്കിലും നമ്മൾ കാർ എടുക്കാൻ വരുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്ക് കാണും. എന്തായാലും നമുക്ക് ഒന്നും അറിയാത്ത പോലെ അവിടേക്ക് തന്നെ ചെല്ലാം. സാറുമാർ പോവാണോ? പിന്നെ ഞാൻ ഇന്നലെ തന്ന സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? എടാ നീ ഇവിടെ നിൽക്കേ. നിന്നെ ഞാനൊന്നേ കാണാനിരിക്കുമായിരുന്നു. നിൻ്റെ ഒടുക്കത്തെ ഒരു സർപ്രൈസ് നിൻ്റെ മൂക്കാമണ്ട ഇടിച്ച് പൊട്ടിക്കാ വേണ്ടത്. അതിന് സാർ ഞാനെന്ത് ചെയ്ത്? നല്ലതല്ലേ ചെയ്തത്? ഓ, നീ എന്ത് ചെയ്തെന്നാ? നീ എന്തൊക്കെയാടാ റൂമിൽ കാണിച്ചു വെച്ചിരുന്നത്? നീ ഒറ്റൊരുത്തം കാരണം എൻ്റെ ഇന്നലത്തെ ടെറർ മൂഡ് മുള്ളും ഓഫായി പോയത്. അത് സാർ, അത് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഒന്ന് ഒന്നിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. ഓ, ഒന്നിപ്പിക്കാൻ നീ ആര്? ഹംസ?
ഏ ഇതെന്താ ഇങ്ങനെ? എപ്പോഴും ഞാൻ എല്ലാവർക്കും ഇങ്ങനെ ചെയ്തു കൊടുത്താൽ എല്ലാവരും പോകാൻ നേരത്ത് ഒത്തിരി താങ്ക്സും ഹഗ്ഗും കുറേ സമ്മാനങ്ങളും പണമൊക്കെ ആണല്ലോ തരുന്നത്. ഇപ്പം എന്താ ഇത് ഇങ്ങനെ ആയിപ്പോയത്? എന്താ നീ ഒന്നും മിണ്ടാതെന്ന് ആലോചിക്കുന്നത്? ഇനി അടുത്ത വല്ല കുനിഷ്ടൊപ്പിക്കാനാണോ? അങ്ങനെ വല്ല ആണെങ്കിൽ എൻ്റെ പൊന്നും മോനെ, നിൻ്റെ മൂക്കാമണ്ട മാത്രമല്ല, നിൻ്റെ മണ്ടന്തലയില്ലേ അതും കൂടെ ഞാൻ ഇടിച്ചു പൊട്ടിക്കും, കേട്ടല്ലോ. എടാ ആദി, മതിയടാ, വിട്ടേക്ക്, നീ നടക്ക്. എടാ, താൻ തന്ന സർപ്രൈസ് അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട്. താൻ കാരണം എൻ്റെ റൂട്ട് നന്നായി ക്ലിയറാക്കി തന്നു. അതിന് താങ്ക്സ് ഉണ്ട് കേട്ടോ, ഒരിക്കലും മറക്കത്തില്ല. ബൈ, ലവ് യു. ഓ, ഈ സാറിനെ കൊണ്ട് ലവ് യു ടു. അവരങ്ങനെ കാറ് കിടക്കുന്നതിന്റെ അടുത്തെത്തി. അവരുടെ ഊഹം തെറ്റിയില്ല. മനുവും സംഘവും കാറിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവര് വാൻഡഡായിട്ട് അവരുടെ മുന്നിൽ ചെന്ന് ചാടിക്കൊടുത്തു, ഒന്നും അറിയാത്ത ഭാവത്തില്. ഇതാര്? ആദിശങ്കറോ? വാട്ട് എ സർപ്രൈസ്! ലോകം എത്ര ചെറുതാ ആദി. ഞങ്ങൾ നിന്നെ ഈ കാട് മുക്കാഭാഗത്തോളം അരിച്ചു വിറക്കി. ഇനി എന്ത് ചെയ്യുമെന്ന് നോക്കി നിന്നപ്പോൾ നീയായിട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇതിന് സർപ്രൈസ് എന്നല്ലാതെ എന്താ പറയുക ആദി? പിന്നെ ഞാൻ പേടിച്ചിരിക്കുമായിരുന്നു, നീ ഏതെങ്കിലും മൃഗത്തിൻ്റെ വായി ചെന്ന് പെട്ട് ചത്ത് തൊലഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിച്ച്. അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എന്നെ ഉറക്കം കെടുത്തുന്നൊരു തീരാ വേദനയായിരുന്നു. നിന്നെ എൻ്റെ കൈ കൊണ്ട് കൊല്ലാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത്. എന്തായാലും ഇപ്പം ഞാൻ ഹാപ്പിയാണ്. എൻ്റെ ആ സങ്കടത്തിന് ഒരവസാനമായല്ലോ. അതിന് നീ മാത്രം അങ്ങ് നിശ്ചയിച്ചാൽ മതിയടാ ഇവൻ്റെ അവസാനമായെന്ന്. മറ്റേ മോനെ. ഓ, വെയിറ്റ്, ഇതാരാണോ വാദി? നിൻ്റെ വാടക ഗുണ്ടയാണോ അതോ ബോഡി ഗാർഡോ? ഞാനിവൻ്റെ ഏത് മറ്റവനാണെങ്കിലും നിനക്കെന്താടാ കോപ്പേ? ഓ, ഇപ്പം മനസ്സിലായി നീ അവൻ്റെ ആരാണെന്ന്. അപ്പോൾ ആദി, നീ മറ്റേതായിരുന്നല്ലേ? എന്തായാലും നിൻ്റെ സെലക്ഷൻ കൊള്ളാം. പിന്നെ നീ എന്തായാലും ചാകാൻ പോകുമല്ലേ, അപ്പോൾ ഇവനെ എന്തായാലും എനിക്ക് തന്നേക്ക്. എനിക്കങ്ങനെ ശരിക്കും ബോധിച്ച്. എടാ ചേറ്റേ, അത് വേണ്ട, നീ മാറ്. എടാ ഡാഷ് മോനെ, അതിന് നീ ഇന്ന് നേരം വെളുപ്പിച്ചാലല്ലേ. ഇപ്പം നിന്നെ കൊന്നു തള്ളാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ലേ എനിക്ക്, കേട്ടോടാ മറ്റേ മോനെ. ഓ, നിൻ്റെ ഈ സൗന്ദര്യം, ഹോട്ടായിട്ടുള്ള ബോഡിയും ഒന്നിനും കൊള്ളാതെ ചത്തും മലർന്ന് കിടക്കണ്ടെന്ന് വിചാരിച്ചപ്പോൾ അഹങ്കാരം. തൂക്കിയെടുത്ത് വണ്ടിയിലിടടാ ഇവന്മാരെ. ഓ, എത്ര അടി കൊണ്ടിട്ട് ഇവന്മാരുടെ വീര്യം അങ്ങ് തീരുന്നില്ലല്ലോടാ. എടാ ചേറ്റെ, എൻ്റെ അമ്മ എവിടെടാ? മര്യാദയ്ക്ക് നീ പറഞ്ഞോ, ഇല്ലെങ്കിൽ എൻ്റെ കൈ കൊണ്ടായിരിക്കും നിൻ്റെ അവസാനം. അത് നിനക്ക് ഊഹിക്കാൻ പറ്റാത്ത എൻ്റെ അത്രയും വേദന നിനക്ക് തരും. ഓ ആദി മോനെ, വെൽക്കം ബാക്ക് പട്ടാമ്പി. എന്തൊക്കെയുണ്ട് പിന്നെ, സുഖമല്ലേ? ഓ, ഇവനാണല്ലേ നിൻ്റെ അമ്മാവൻ. ആ, പിന്നെന്താ, വല്ലാത്ത സുഖം. പിന്നെ ഈ പട്ടാമ്പി കൂടെ വന്നിറങ്ങി എൻ്റെ സ്വന്തം അമ്മാവനെയും കൂടെ നേരിട്ട് കണ്ടപ്പോഴേ സുഖം വല്ലാതെ കൂടി. മോനെ മനു, ഇവനെന്താ നീ ഒന്നും കൊടുത്തില്ലേ? അല്ല, നമ്മൾ ചെയ്ത ട്രീറ്റ് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. വല്ലാതെ കിടന്നങ്ങ് തിളയ്ക്കുന്നു. എടച്ചേറ്റെ, താൻ വയസ്സിന് എന്നെക്കാട്ടി കുറേ മൂത്തതാണെങ്കിലും പിന്നെ ഇവന് താൻ അമ്മാവനും മറ്റേ മറിച്ചതൊക്കെ ആണെങ്കിൽ താൻ എനിക്ക് ഒരു മാറ്റേതുമല്ല. പിന്നെ കെട്ടിയിട്ടടയ്ക്കാൻ
ഏത് പട്ടിക്കും പറ്റും. ഇതിലെങ്കിലും തൻ്റെ ചതിയും വഞ്ചനയും കാണിക്കാതെ നേർക്ക് നേരെ നിന്ന് ധൈര്യം ഉണ്ടെങ്കിൽ പോരാടടോ. ഓ, ഇവനെ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഇവൻ ആരാടാ മോനെ? ഇവനെ പറയുമ്പോൾ ഇത്ര കിടന്നങ്ങ് തിളയ്ക്കാൻ ഇവൻ്റെ ആരാ ഇവൻ? അത് ഡാഡിക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ? ഇതവൻ്റെ മറ്റവൻ. ആ, അതാണല്ലേ ഇവനെ പറഞ്ഞപ്പോൾ ഇവൻ ഇത്ര കിടന്ന് തിളയ്ക്കുന്നത്. ആ പിന്നെ മോനെ, ഇവൻ എന്തായാലും പറഞ്ഞതല്ലേ, അതിവൻ്റെ അവസാനത്തെ ആഗ്രഹമായിട്ട് കണ്ടേ. നമുക്കങ്ങ് നടത്തി കൊടുത്തേക്കാം. മോൻ എന്തായാലും ഇവരുടെ കെട്ടങ്ങ് അഴിച്ചു വിട്ടേക്ക്. ഇവന്മാർ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഡാഡ്, അത് വേണോ? മോനെന്തിനാ പേടിക്കുന്ന? നമ്മുടെ വശത്ത് ഒരു വൻ പട തന്നെ ഉണ്ട്. അതിൻ്റെ ഇടയിലേക്ക് ഈ 2 പുഴുക്കളെ അഴിച്ചു വിട്ടെന്നും പറഞ്ഞ് എന്ത് സംഭവിക്കാൻ പോകുന്നു? ഇവന്മാരുടെ മരണം കുറച്ച് നേരത്തെ ആകും, അത്രയേ ഉള്ളൂ. അതുകൊണ്ടേ ഇവന്മാരെ അങ്ങ് അഴിച്ചു വിട്ടേക്ക്. താൻ ജീവിതത്തിൽ ആദ്യമായി ഒരു നല്ല കാര്യം ചെയ്തല്ലോ, താങ്ക്സ്. അപ്പോൾ തുടങ്ങല്ലേ? പിന്നല്ലാതെ. ഏട്ടാ മനു, മറ്റേ മോനെ, നീ എൻ്റെ ആദീനെ കുറേ വേദനിപ്പിച്ചതാ. അതിന് നിനക്ക് ഞാൻ ഊങ്ങി വെച്ചതാ. ആ, കൊള്ളാം കൊള്ളാം. ഇവന്മാർ വിചാരിച്ചതുപോലെ അല്ലല്ലോ. എടാ മോനെ, നമ്മുടെ ഗാർഡ്സിനെ അങ്ങോട്ട് ഇവന്മാരുടെ അടുത്തേക്ക് ഇറക്കി വിട്. ഇവരുടെ പുറകിൽ ആരാ ഉള്ളത്? ഒരു കോപ്പന്മാരും ഇല്ല. എന്താണ് കോപ്പന്മാരെ? ഞങ്ങളുടെ ഗാർഡ്സിനെ കണ്ട് നീയൊക്കെ ഞെട്ടിപ്പോയാ? നീയൊക്കെ എന്താ വിചാരിച്ചത്? നിങ്ങൾ രണ്ടുപേരെയും അങ്ങ് കെട്ടഴിച്ചു വിട്ടാൽ ഞങ്ങളെയൊക്കെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച? നിൻ്റെയൊക്കെ പുറകിൽ ആരാടാ ഉള്ളത്? പന്നകളെ. അത് നിന്നോടാരാടാ കോപ്പെ പറഞ്ഞത് ഇവരുടെ പുറകിൽ ആരും ഇല്ലെന്ന്? നീയൊക്കെ എന്താടാ ഞങ്ങളെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന? ഞങ്ങളുടെ കയ്യിലെ വെപ്പൺസും ആയുധങ്ങളൊക്കെ കണ്ട് എന്താ അണ്ണാക്കി പിരിവെട്ടി നിൽക്കുവാണോ നിൻ്റെയൊക്കെ? പിന്നെ നിൻ്റെയൊക്കെ സൈഡിലുള്ള പക്ക വാടക ഉണ്ടകളെ പോലുള്ളവരല്ല ഞങ്ങളുടെ പക്കലുള്ളത്. സ്നേഹിച്ച ചങ്ക് പറിച്ചു തരുന്ന ഞങ്ങളുടെ കൂടപ്പറപ്പുങ്ങളാണ്. ഇവരുടെ മുന്നിൽ നിനക്കൊക്കെ ജയിക്കാൻ പറ്റുമെങ്കിൽ നീയൊക്കെ ഒന്ന് ജയിക്ക്. എന്നാലങ്ങ് വൈകാതെ സ്റ്റാർട്ട് ചെയ്താലോ? ഇവന്മാരെ ഇന്ന് ഞാൻ തീർക്കും. ഏട്ടാ വരുന്നട ഞാൻ. ഡാഡ്, ഡാഡ്, അയ്യോ മോനെ, അയ്യോ അയ്യോ മോനെ, എൻ്റെ കൈ കൊണ്ട് തെറ്റുപറ്റിപ്പോയല്ലോ. അയ്യോ മോനെ. കൊള്ളാം, താൻ അറിയണം, താൻ ഇത്രയൊന്നും കരഞ്ഞാൽ പോരാ. താൻ ഈ വേർപാടിൻ്റെ വേദന അറിയണം. എൻ്റെ അച്ഛനെ ഞങ്ങളെ ഇന്ന് പിരിച്ചതും, എൻ്റെ അച്ഛനെ താൻ കൊന്നതും, എൻ്റെ അമ്മയെ എൻ്റെ കയ്യിൽ നിന്ന് പിരിച്ചതിനും താൻ ഈ വേദന അനുഭവിക്കണം. ഇതാണ് തനിക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയ ശിക്ഷ. ആദ്യം നമുക്ക് ഇയാളെ ആയിട്ടെന്തിനാ വെറുതെ വിടുന്നത്? ഇയാളെയും കൂടെ തീർത്തേക്കാം. ഒരു ജന്മവും ഇനി ബാക്കി വേണ്ട. അത് വേണ്ട നാഥ്. കാരണം ഇയാളിങ്ങനെ ഒറ്റയടിക്ക് ചാകാൻ പാടില്ല. അത്രയ്ക്ക് സുഖമരണം ഇയാൾക്ക് കിട്ടാൻ പാടില്ല. കാരണം അത്രയ്ക്ക് ഇയാൾ ദുഷ്ടത്തരങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കൊന്ന അയാളുടെ പാപങ്ങളൊക്കെ ഇപ്പോൾ അവസാനിക്കത്തേ ഉള്ളൂ. അത് വേണ്ട. ഇയാളുടെ ആയുഷ്കാലം ഇയാൾ ജയിലിൽ കിടന്ന് അനുഭവിക്കട്ടെ. സ്വന്തം മകനെ കൊന്ന കുറ്റത്തിന് വേർപാടിൻ്റെ വേദന ഇയാളും അറിയണം.
അതിൻ്റെ വേദന കുറേ അനുഭവിച്ചവനാണ് ഞാൻ. അതിൻ്റെ കയ്പും വിഷമവും ദുരിതവും എല്ലാം ഇയാൾ അനുഭവിക്കണം. അതെൻ്റെ കണ്ണുകൊണ്ട് കണ്ട് രസിക്കണം എനിക്ക്. ഇത്ര വേഗം നമ്മൾ ഇയാളെ അങ്ങ് തീർത്താൽ പിന്നെ എന്താ ഇയാൾക്ക് നമ്മൾ കൊടുക്കുന്ന ശിക്ഷ? ഇയാൾ അനുഭവിക്കട്ടെ, അതാ നല്ലത്. നീ വാ, അയാളുടെ കാര്യം പോലീസ് നോക്കിക്കോളും. ജിമും പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. നമുക്ക് എൻ്റെ അമ്മേനെ നോക്കാം. വാ. അമ്മ അമ്മ നാഥ്, അമ്മ അവിടെ, അമ്മ അമ്മ എഴുന്നേക്കമ്മ, അമ്മ. ആ അമ്മയുടെ അമ്മ വന്ന്. അമ്മ പേടിക്കണ്ട, നമ്മുടെ ദുരിതങ്ങളെല്ലാം തീർന്നു. നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ അമ്മ. മോനെ നാഥ്, ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ മോൻ്റെ കൂടെ നിന്നതിന്, ഞങ്ങളെ സഹായിച്ചതിന്, എൻ്റെ മോനെ ജീവന തുല്യം സ്നേഹിക്കുന്നതിന്. ഇനി മുതൽ ഈ കണ്ട സ്വത്തുക്കളുടെയും ഈ കൊട്ടാരത്തിൻ്റെയും അവകാശികൾ നിങ്ങൾ രണ്ടുപേരുമാണ്. ഇനി എത്രയും വേഗം നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം നടത്തണം. അത് ഈ അമ്മയ്ക്ക് കാണണം. എന്താ മോനൊരു നാണം? കല്യാണമെന്ന് പറഞ്ഞപ്പോൾ കല്യാണം ഉറപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് ഇപ്പം തന്നെ ഫസ്റ്റ് നൈറ്റ് അങ്ങ് ആഘോഷിച്ചാലോ? എന്ത് പറഞ്ഞടാ നീ ഇപ്പൊ? നിന്നെ ഞാനിന്ന് കൊല്ലോടാ. നിക്കടാടാ. അയ്യോ തല്ലല്ലേ, അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞേ, തമാശക്ക് പറഞ്ഞതാ. അയ്യോ നോക്കിക്കൊണ്ടിരിക്കാതെ രക്ഷിക്കടാ പട്ടി. അയ്യോ കണക്കായിപ്പോയി, നിനക്ക് അങ്ങനെ തന്നെ വേണം.